നമ്മളെല്ലാവരും കേട്ടുമറന്ന ഒരു കാര്യമായിരിക്കും സാന്റാക്ലോസിന് റെഡ് നിറത്തിലുള്ള ഡ്രസ്സ് വരാൻ കാരണം കൊക്കക്കോള എന്നൊരു കമ്പനിയാണെന്നുള്ളത്. എന്താണ് ഇതിന് പിന്നിലെ യാഥാർത്ഥ്യം? വർഷം 1920. കൊക്കക്കോള കമ്പനി ഒരു വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ആളുകൾ കൊക്കക്കോള എന്ന ഡ്രിങ്ക് സമ്മർകാലത്ത് കഴിക്കുന്ന ഒരു കൂൾ ഡ്രിങ്ക്സ് ആയിട്ടാണ് കണക്കാക്കിയിരുന്നത്. സ്വാഭാവികമായും തണുപ്പ് കാലമായപ്പോഴേക്കും കൊക്കക്കോളയുടെ സെയിൽ വളരെ ഡ്രാസ്റ്റിക് ആയിട്ട് കുറഞ്ഞു. അവർക്ക് കസ്റ്റമേഴ്സിന്റെ മേലിൽ കൊക്കക്കോളയും തണുപ്പിനെയും കണക്ട് ചെയ്യിക്കുന്ന എന്തെങ്കിലും ഒന്ന് വേണമായിരുന്നു സെയിൽ ഉയർത്താൻ. തണുപ്പ് കാലത്ത് ആൾക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാലമാണ് ക്രിസ്മസ്. ആ സമയത്താണ് ആളുകൾ കൂടുതൽ ഒത്തുകൂടുന്നത്. കൊക്കക്കോള അവരുടെ പരസ്യങ്ങളിലൂടെ എപ്പോഴും അസോസിയേറ്റ് ചെയ്യിക്കാറുള്ള ടുഗദർനെസ്, ജോയ് തുടങ്ങിയ ആളുകളുടെ ഇമോഷനുകൾ ഒത്തുചേരുന്ന ഒരു കാലഘട്ടമായിരുന്നു ക്രിസ്മസ്. കൊക്കക്കോള മാർക്കറ്റിൽ ഇറങ്ങിയത് മുതൽ ഇതുവരെ കൊക്കക്കോള സക്സസ് ആയതിന് കാരണം അവർ ഒരിക്കലും അവരുടെ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റോ അല്ല മാർക്കറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. ആൾക്കാരുടെ ഇമോഷൻസ് ആയ ജോയ്, ഹാപ്പിനെസ് എന്നിവയെല്ലാം അവരുടെ പ്രൊഡക്റ്റുമായി റിലേറ്റ് ചെയ്താണ് അവർ മാർക്കറ്റ് പിടിച്ചടക്കിയത്. അങ്ങനെ ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലോട്ടെല്ലാം ഓടി വരുന്ന സാന്റാക്ലോസിനെ അവർ മാർക്കറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഇന്ന് ഈ അഡ്വർടൈസിങ് സ്ട്രാറ്റജി നമ്മുടെ നാട്ടിലെ ഒട്ടുമിക്ക കമ്പനികളും ചെയ്യുന്നതാണ്. എന്നാൽ 1930 കാലഘട്ടത്തിൽ ഇതുപോലുള്ള അഡ്വർടൈസ്മെൻറ്റ് വളരെ കുറവായിരുന്നു. 1931 അമേരിക്കയിലെ ഒരു പ്രമുഖ ആർട്ടിസ്റ്റ് ആയിരുന്ന ഹാർഡൻ സൺബ്ലൂം ആയിരുന്നു കൊക്കക്കോളയുടെ പരസ്യങ്ങളിൽ നമ്മൾ ഇന്ന് കാണുന്ന സാന്റാക്ലോസിനെ ആദ്യമായി വരച്ചത്. എന്നാൽ വെളുത്ത താടിയും ചുവന്ന ഡ്രസ്സും കുടവേറും നിറയെ ഗിഫ്റ്റുകളുമുള്ള സാന്റാക്ലോസിനെ ആദ്യമായി സൃഷ്ടിച്ചത് കൊക്കക്കോള അല്ലായിരുന്നു. 1823 പുറത്തിറങ്ങിയ എ വിസിറ്റ് ഫ്രം സൺ നിക്കോളസ് എന്ന പോയത്തിൽ സാന്റാക്ലോസിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇന്ന് കാണുന്നത് പോലെയാണ്. 1860 ഒരു പൊളിറ്റിക്കൽ കാർട്ടൂണിസ്റ്റ് ആയിരുന്ന തോമസ് നാസ്റ്റ് തൻ്റെ കാർട്ടൂണുകളിൽ വെളുത്ത താടിയും ചുമന്ന ഡ്രസ്സും കുടവയറും നിറയെ ഗിഫ്റ്റുകളുമുള്ള സാന്റാക്ലോസിനെ പലയിടത്തും വരച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ പലരുടെയും ഭാവനയ്ക്കനുസരിച്ച് ഒരുപാട് സാന്റാക്ലോസ് ഒരുപാട് ഡ്രസ്സുകളിൽ അന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഇന്ന് കാണുന്ന സാന്റാക്ലോസിനെ ജനകീയമാക്കാനുള്ള കാരണം കൊക്കക്കോള എന്ന കമ്പനിയാണ്. സാന്റാക്ലോസ് എന്നുള്ളത് 4-ാം നൂറ്റാണ്ടിൽ പാവപ്പെട്ടവർക്ക് ഗിഫ്റ്റും മറ്റും കൊടുക്കുന്ന സൺ നിക്കോളസിൽ നിന്നും ഇവോൾവ് ചെയ്ത് വന്ന ഒരു ക്യാരക്ടറാണ്. അക്കാലത്ത് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിരുന്ന സാന്റാക്ലോസിൻ്റെ ഡ്രസ്സും റെഡ് ആൻഡ് വൈറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ കൊക്കക്കോള പുറത്തിറക്കിയിരുന്ന അവരുടെ അഡ്വർടൈസ്മെൻറ്റിൻ്റെ തീമും റെഡ് ആൻഡ് വൈറ്റ് ആയിരുന്നു. കൊക്കക്കോളയുടെ മാർക്കറ്റിംഗ് ടീം ഈ കോഇൻസിഡൻസ് കണ്ടുപിടിച്ചു. കൂടാതെ അവരുടെ പരസ്യങ്ങളിൽ വരുന്ന സാന്റാക്ലോസ് എപ്പോഴും പുഞ്ചിരിക്കുകയും കയ്യിലൊരു കൊക്കക്കോള ബോട്ടിൽ കൊടുക്കാനും അവർ ശ്രമിച്ചിരുന്നു. 1931 കൊക്കക്കോള ഒരു ആഡ് ക്യാമ്പയിൻ പുറത്തിറക്കി. നിങ്ങളുടെ തിരക്ക് പിടിച്ചതും സ്ട്രെസ്ഫുള്ളുമായ ലൈഫിൽ നിന്നും ഒരു കോക്ക് കുടിച്ച് റിഫ്രഷ്മെൻറ്റ് കണ്ടെത്തൂ എന്നായിരുന്നു കമ്പനി ഇതിൽ നിന്നും ഉദ്ദേശിച്ചത്. ആ കാലഘട്ടത്തിൽ കൊക്കക്കോളയുടെ സെയിൽ വളരെ കുറവായതുകൊണ്ട് തന്നെ വളരെ അഗ്രസീവായി അവർ ഈ അഡ്വർടൈസ്മെൻറ്റ് മാഗസിനുകളിലും പത്രങ്ങളിലും മറ്റും പുറത്തിറക്കി. എന്നാൽ അത് വെറും ഒരു തുടക്കമായിരുന്നു. 1931 മുതൽ ഇന്ന് വരെ അന്ന് കാണിച്ച അതേ സാന്റാക്ലോസിനെ വെച്ച് പല തീമുകളിൽ അവർ അഡ്വർടൈസ്മെൻറ്റ് ഓരോ വർഷം പുറത്തിറക്കി. ക്രിസ്മസ് കാലത്ത് കൊക്കക്കോളയുടെ പരസ്യം വരിക എന്നുള്ളത് പിന്നീട് ഒരു ട്രഡീഷൻ പോലെയായി മാറി. കൊക്കക്കോളയുടെ പരസ്യങ്ങൾ വന്നു തുടങ്ങിയാൽ ക്രിസ്മസ് കാലമായെന്ന് അങ്ങനെ ആളുകൾ പറഞ്ഞു തുടങ്ങി. അതുമാത്രമല്ല, സാന്റാക്ലോസ് എന്ന ക്യാരക്ടർ ഇവോൾവ് ചെയ്ത് വന്നതുകൊണ്ട് തന്നെ ഇത് ആരുടെയും സ്വന്തമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ റോയൽറ്റി ഫീയോ മറ്റ് ചാർജുകളോ ആർക്കും കൊക്കക്കോളയ്ക്ക് കൊടുക്കേണ്ടതായി വന്നില്ല. ഈ അഡ്വർടൈസിംഗ് ക്യാമ്പയിനിലൂടെ കൊക്കക്കോളയ്ക്ക് മറ്റൊരു അഡ്വാൻറ്റേജും ഉണ്ടായി. ഗിഫ്റ്റുകളും കയ്യിലൊരു കൊക്കക്കോളയുമായി വരുന്ന സാന്റാക്ലോസിനെ അവർ അഡ്വർടൈസ്മെൻറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക വഴി കുട്ടികളെ കൂടുതലായി ഇൻഫ്ലുവൻസ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞു. അങ്ങനെ അന്ന് കുട്ടികളായിരുന്ന പലരും പിന്നീട് വളർന്ന് കഴിഞ്ഞപ്പോൾ കൊക്കക്കോളയുടെ കസ്റ്റമേഴ്സായി മാറി. കൊക്കക്കോളയാണോ ആദ്യമായി സാന്റാക്ലോസ് എന്ന ക്യാരക്ടറിനെ അഡ്വർടൈസ്മെൻറ്റിലേക്ക് കൊണ്ടുവന്നത്? ഒരിക്കലുമല്ല. 1868 ഒരു US കൺഫെക്ഷണറി കമ്പനി അവരുടെ ഷുഗർ പ്ലംസ് എന്ന പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാനായിട്ട് സാന്റാക്ലോസിനെ ഉപയോഗിച്ചു. 1915 വൈറ്റ് റോക്ക് എന്ന കമ്പനിയാണ് ആദ്യമായി സാന്റാക്ലോസിനെ ഒരു ഡ്രിങ്കിങ് പ്രൊഡക്റ്റ് ബ്രാൻഡ് ചെയ്യാനായി ഉപയോഗിച്ചത്. അതായത് കൊക്കക്കോളയുടെ അഡ്വർടൈസ്മെൻറ്റ് വരുന്നതിന് 15 കൊല്ലം മുമ്പ് വൈറ്റ് റോക്ക് എന്ന കമ്പനി അവരുടെ ഡ്രിങ്കിങ് വാട്ടർ മാർക്കറ്റ് ചെയ്യാൻ അവർ സാന്റയെ ഉപയോഗിച്ചു. അന്ന് ഗിഫ്റ്റുകളായിട്ടാണ് സാന്റാക്ലോസ് വൈറ്റ് റോക്കിൻ്റെ പ്രൊഡക്റ്റുകൾ കൊടുത്തിരുന്നത്. ഒരുപക്ഷെ ഈ അഡ്വർടൈസ്മെൻറ്റിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടാകാം കൊക്കക്കോള അവരുടെ പരസ്യങ്ങളിൽ സാന്റാക്ലോസിനെ ഉൾപ്പെടുത്തിയത്. എന്തുകൊണ്ടാണ് കൊക്കക്കോളയാണ് സാന്റാക്ലോസിനെ ഡിസൈൻ ചെയ്തത് അല്ലെങ്കിൽ
ചുമന്ന ഡ്രസ്സ് കൊടുത്തതെന്ന് പറയുന്നത്. 1931 മുതൽ 2023 വരെ, അതായത് ഏതാണ്ട് 93 കൊല്ലം കൊക്കക്കോള വെളുത്ത താടിയും ചുമന്ന ഡ്രസ്സും കുടവയറും നിറയെ ഗിഫ്റ്റുകളും ഒപ്പം കയ്യിലൊരു കൊക്കക്കോളയുമുള്ള സാന്റാക്ലോസിനെ അവർ പരസ്യങ്ങളിലൂടെ നമ്മളെ കാണിച്ചു തന്നു. സാന്റാക്ലോസിനെ സൃഷ്ടിച്ചത് കൊക്കക്കോള അല്ലെങ്കിലും സാന്റാക്ലോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് ഓടി വരുന്ന ആ രൂപം കൂടുതൽ ആളുകളുടെ ഇടയിൽ പ്രശസ്തമാക്കിയതിനുള്ള ക്രെഡിറ്റ് കൊക്കക്കോളയ്ക്ക് കൊടുത്തേ മതിയാവൂ. ഒരു പക്ഷേ കൊക്കക്കോള അവരുടെ അഡ്വർടൈസ്മെൻറ്റിൽ ഒരേ രൂപത്തിലുള്ള സാന്റാക്ലോസിനെ ഉപയോഗിച്ചില്ലായിരുന്നെങ്കിൽ ലോകത്ത് പലയിടത്തും സാന്റാക്ലോസിന് പല രൂപവും ഭാവവുമായേനെ.